അമ്മയോട് പറഞ്ഞതല്ലേ ഇങ്ങനെ കരയരുതെന്ന്. എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല മോളെ. അയാളൊരു ദുഷ്ടന്, ആരോടും കരുണയില്ലാത്ത ഒരുത്ത്. ആകെ അയാൾ സ്നേഹിക്കുന്നത് കരുണയും അയാളുടെ അമ്മയും മാത്രം. അമ്മ വാ. അമ്മേ, അവള് പോയത് കമലേശ്വരത്തോടാ. എന്തിനാ ഇപ്പൊ ഓടി അങ്ങോട്ട് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ മൂത്ത മോളെ കാണാൻ പോയതായിരിക്കൂടാ. ഇനിയിപ്പോ പോയവള് തിരിച്ചു വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. എടാ, അവളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവളുടെ നേരെ വിരല് ചൂണ്ടിയാല് അവള് വേറെ പോയി താമസിക്കുമെന്ന്. അത് വെറും പറച്ചിലൊന്നുമല്ല. കോടികൾ ആസ്തിയുള്ള അവളുടെ മരുമകന് അവൾക്കൊരു കൊട്ടാരം വെച്ചു കൊടുക്കാനും വലിയ പാടൊന്നുമില്ല. ദേ വരുന്നുണ്ട്. നീ എന്തിനാ കമലേശ്വരത്തോട്ട് പോയെ? എന്താ പൊയ്ക്കൂടെ? എന്റെ 2 മക്കൾ അവിടെയുണ്ട്. 2-ൽ-1 ഉള്ളൂ. കരുണമോള് നിന്റെ മോളാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതുപോലെയാ നിന്റെ സംസാരവും പ്രവൃത്തിയൊക്കെ. എടിയടി, നീ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് പോലും കരുണമോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരണമെന്നല്ലേടി? അങ്ങനെ ആർക്കും ആപത്തുണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിക്കാറില്ല. ആൾക്കാരെ കൊല്ലുന്നതും ആൾക്കാരെ തട്ടിക്കണമെന്നും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അമ്മയും മകനുമാ. അവിടെ ചെന്നപ്പോ മൂത്ത മരുമകനും മകളും ഒക്കെ പറഞ്ഞു കാണും ഉരുളയ്ക്കുപ്പേരി പോലെ അങ്ങ് സംസാരിക്കണമെന്ന്. ഇത്രയും നാള് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇനി നാവിടയ്ക്ക് ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോ അമ്മ പറഞ്ഞ പോലെ മോളും മരുമാനോടെ കുറച്ചുകൂടെ ധൈര്യം തന്നു കാണും നിനക്ക്. നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോ മരിച്ചു പോയതാ. അടുത്ത മാസം കർക്കിടക മാസോ. എല്ലാ കർക്കിടക മാസത്തിലും തിരുവല്ലത്ത് പോയി ബലിയിടാറുണ്ടല്ലോ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കൊലയാളികളുടെ ബലിയൊന്നും പിതൃക്കൾ സ്വീകരിക്കില്ല. കൊലയാളികളുടെ ബലിയോ? നീ കൊലയാളിയാണെന്നാ ഇവള് പറയുന്നേ. നമ്മളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അത്തരം കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്പിരിറ്റും മണലും ഒക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ലോറി തടഞ്ഞവരുടെ ദേഹത്തുകൂടെ വണ്ടി കയറ്റിക്കൊണ്ടുപോയ കഥകളൊക്കെ. അങ്ങനെ ആയുസ്സെത്താതെ മരിച്ച ആത്മാക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ ആദ്യം മോക്ഷം കൊടുക്കേണ്ടത് അവർക്കാണ്. എങ്കിലേ പിതൃക്കളും ബലി സ്വീകരിക്കൂ. നീ ഏതാണ്ടൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ സംസാരിക്കുന്നത്. അതെ, എന്റെ മനസ്സില് വലിയൊരു ഭാരമുണ്ടിപ്പോ. കണ്ണനെ ലക്ഷ്മി കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ ഒരുപാട് വേദനിച്ചവളാ ഞാൻ. അവരുടെ കല്യാണശേഷവും എനിക്ക് അതേ സങ്കടം ഉണ്ടായിരുന്നു. എന്നാലിപ്പോ നടക്കേണ്ട ബന്ധം തന്നെയാ നടന്നതെന്ന് തോന്നല. കണ്ണന്റെ കൈ പിടിച്ച് നടക്കാൻ എന്നും ലക്ഷ്മി മോള് കൂടെ വേണം. അയ്യേ, കയ്യെ പിടിച്ചോണ്ട് നടക്കാനല്ലടി, വീൽ ചെയർ ഉരുട്ടാൻ. എന്നൊന്നും പറയണ്ട. തോമസ് വൈദ്യന്റെ ചികിത്സയിൽ ചിലപ്പോ കണ്ണന് കാലിന്റെ സ്വാധീനം തിരിച്ചു കിട്ടിയേക്കും. അങ്ങനെയെങ്കിൽ ആ കാഴ്ചയും കാണേണ്ടി വരും, ലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കുന്ന കണ്ണനെ.